അങ്ങനെ രാത്രി 11 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് രശ്മി ആന്റിയെ ഫോൺ ചെയ്തു. ആന്റി ഡോർ തുറന്നു. ഞാൻ അകത്ത് കയറിയിരുന്നു. അവിടെ ഫർണിച്ചർ കാര്യമായിട്ട് ഒന്നുമില്ല. ഇരിക്കാൻ പ്ലാസ്റ്റിക്കിന്റെ കസേര മാത്രമാണുള്ളത്. രശ്മി ആന്റി പതിയെ പോലെ സംസാരിക്കാൻ തുടങ്ങി. നേരത്തെ ഒരു നൈറ്റ് വാടക വീട്ടിലേക്ക് വന്ന ഗൾഫുകാരന്റെ ഭാര്യയായ ആ ആന്റി ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എന്നാൽ ആന്റി എന്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റി തന്നു. എന്റെ 2 നില വീട് വെച്ചത് മുകളിലത്തെ നില വാടകയ്ക്ക് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ ആയിരുന്നു. മുകളിലത്തെ നിലയിൽ കയറാൻ സെപ്പറേറ്റ് വാതിലും സ്റ്റെയർ കേസും പുറത്തുനിന്ന് തന്നെ പണിഞ്ഞു. 2 ബെഡ്റൂം, ബാത്റൂം, കിച്ചൺ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. വീട് പണി തീർന്ന ഉടൻ തന്നെ അത് വാടകയ്ക്ക് കൊടുത്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവര് പോയി. രണ്ടാമത് വന്നത് ദുബായിൽ ജോലിയുള്ള സുരേന്ദ്രനും ഭാര്യ രശ്മിയും മകൾ ദേവശ്രീയുമെന്നും ആയിരുന്നു. അവരുടെ ഒരു ചെറിയ കുടുംബമായിരുന്നു. വീടൊക്കെ അവർക്ക് ഇഷ്ടമായി. മധ്യവയസ്കയായ രശ്മി ആന്റി കാണാൻ സുന്ദരിയാണ്. മകൾ ദേവശ്രീ +2 എക്സാം എഴുതിയിട്ട് നിൽക്കുന്നു. റിസൾട്ട് വന്നിട്ട് അടുത്തുള്ള കോളേജിൽ ഡിഗ്രിക്ക് ചേർക്കാൻ നിൽക്കുന്നു. എനിക്ക് 27 വയസ്സായി. കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുമുണ്ട്. എന്റെ കാർ ടാക്സിയായി ഓടിക്കുന്നതാണ് എന്റെ ജോലി. നല്ല ഓട്ടങ്ങൾ മാത്രമേ ഞാൻ എടുക്കുള്ളൂ. പ്രത്യേകിച്ചും എയർപോർട്ട്, ലോങ് ട്രിപ്പ് തുടങ്ങിയവ. ബാക്കി സമയം ഞാൻ വീട്ടിൽ തന്നെ കാണും. സുരേന്ദ്രനും കുടുംബത്തിനും എല്ലാ സഹായങ്ങളും ഞാൻ ഓഫർ ചെയ്തു. അവർക്ക് സന്തോഷമായി. അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്റെ കാർ വിളിക്കും. സുരേന്ദ്രൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ലീവിന് വന്നതുകൊണ്ടും മകൾക്ക് വെക്കേഷൻ ആയതുകൊണ്ടും അവർ ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാൻ പോയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സുരേന്ദ്രന്റെ ലീവ് തീർന്നു. ദുബായിലേക്ക് മടങ്ങിപ്പോയി. പോകുന്നതിന് മുന്നേ എന്നോടൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയത്. കാരണം അവരുടെ ലവ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാരുമായി വലിയ ബന്ധങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ച് അന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലാറുമുണ്ട്. ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് എന്റെ നമ്പറും കൊടുത്തിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സുരേന്ദ്രന്റെ ഭാര്യ എന്നെ മൊബൈലിൽ വിളിച്ചു പറയും. അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. മൊബൈൽ റീചാർജ് ചെയ്യാൻ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ, മകളുടെ അഡ്മിഷന്റെ കാര്യം സംസാരിക്കാൻ, ഇതിനൊക്കെയാണ് എന്നെ വിളിക്കാറ്. സുരേന്ദ്രന്റെ ഭാര്യ ആൾ കുറച്ച് മോഡേണാണ്. കണ്ടാൽ തന്നെ കുറച്ച് വായാടിയായ പെണ്ണാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും നോട്ടത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. മകൾ ദേവശ്രീ അല്പം നാണം കുടുങ്ങിയാണ്. അമ്മയെ പോലെ വലിയ വർത്തമാനമൊന്നുമില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അവരുടെ വീട്ടിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോകാമെന്നുള്ള സ്വാതന്ത്ര്യം കിട്ടിയെന്നായി. ഓരോ ആവശ്യത്തിന് മുകളിൽ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ രശ്മി ആന്റി അവരുടെ വിശേഷങ്ങളൊക്കെ പറയും. ചായ സൽക്കാരവും പിന്നെ പതിവായി. പിന്നീട് ഞാൻ വെറുതെ ഇരിക്കുമ്പോഴെല്ലാം അവരുടെ അടുത്ത് പോയി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കും. രശ്മി ചേച്ചി എന്തെങ്കിലുമൊക്കെ അർത്ഥം വെച്ച് പറഞ്ഞ് എന്നെ നോക്കി കള്ളച്ചിരിയും ചിരിക്കും. എന്നെ അങ്ങനെ കളിയാക്കി നടക്കുന്നത് അവൾക്കൊരു ശീലമായി. ഞാനെല്ലാം കണ്ടു ചിരിക്കുക മാത്രമേ ചെയ്യൂ. ഒരു ദിവസം എന്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയ ദിവസം രാത്രി 7 മണിക്ക് രശ്മി ചേച്ചി എന്നെ ഫോൺ ചെയ്തു. ഭാര്യയില്ലാത്തത് കൊണ്ട് ചോറ് അവിടുന്ന് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഞാൻ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും രശ്മി ആന്റി നിർബന്ധിച്ചു. ആ സമയം ഞാൻ കൂട്ടുകാരോടൊത്ത് 2 പേർക്ക് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ജാമ്യം എന്നുള്ള നിലയിൽ ഞാൻ രശ്മി ആന്റിയോട് കാര്യം പറഞ്ഞു. അതായത് ഞാൻ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് 2 അടിച്ചിട്ടുണ്ട്, ഇരിക്കുവാണെന്നും വരാൻ ലേറ്റ് ആവുമെന്നും പറഞ്ഞു. എങ്കിലും ആന്റി പറഞ്ഞു എത്ര ലേറ്റ് ആയാലും ചെല്ലണമെന്ന്. കുറെ നിർബന്ധിച്ചപ്പോൾ കഴിക്കാൻ വരാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു. അങ്ങനെ രാത്രി 11 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് രശ്മി ആന്റിയെ ഫോൺ ചെയ്തു. ആന്റി ഡോർ തുറന്നു. ഞാൻ അകത്ത് കയറിയിരുന്നു. അവിടെ ഫർണിച്ചർ കാര്യമായിട്ടൊന്നുമില്ല. ഇരിക്കാൻ പ്ലാസ്റ്റിക്കിന്റെ കസേര മാത്രമാണുള്ളത്. രശ്മി ആന്റി പതിയെ പോലെ സംസാരിക്കാൻ തുടങ്ങി. നേരത്തെ ഒരു നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. ആ ഡ്രസ്സിൽ അവർ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ദേവശ്രീയോടെന്ന് ഞാൻ ചോദിച്ചു. അവൾ നേരത്തെ ഇറങ്ങിയെന്ന മറുപടിയും പറഞ്ഞു. പിന്നെ ഒരു ചിരിയും ചിരിച്ചു. ഞാനും ചിരിച്ചു. അപ്പോൾ രശ്മി ആന്റി ചോദിച്ചു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കുളിക്കണ്ടേ എന്ന്. വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഞാൻ താഴെ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ട് ആന്റി പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, ഇവിടെ തന്നെ കുളിച്ചാൽ പോരെ. അയ്യോ, അതിന് എൻ്റെ കയ്യിൽ ഡ്രസ്സൊന്നുമില്ല, ഇതാകെ പൊളിഞ്ഞിരിക്കുകയാണ്. അതിനെന്താ സുരേന്ദ്രന്റെ ഡ്രസ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അത് ഉടുക്കാലോ. ശേഷം അവർ ഒരു വെള്ളമുണ്ട് തുറത്തുമെടുത്ത് തന്നു. അവിടെ ആകെ ഒരു ബാത്റൂം മാത്രമേ ഉള്ളൂ. മാസ്റ്റർ ബെഡ്റൂമിലാണ് ബാത്റൂം ഉള്ളത്. രശ്മി ആന്റി ബെഡ്റൂമിലെ വാതിൽ തുറന്നു ലൈറ്റിട്ടു. എന്നിട്ട് എന്നോട് പതുക്കി പറഞ്ഞു മോൾ ഉറങ്ങുവാണ്, ശബ്ദം ഉണ്ടാക്കരുതെന്ന്. ഞാൻ തലകുലുക്കി റൂമിൽ കയറി. അവരുടെ മോൾ അവിടെ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ പതിയെ നടന്ന് റൂമിലെ ബാത്റൂമിൽ കയറി. ശേഷം ഷവറിട്ട് ആ തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ കുളിച്ചു. പിന്നെ ഞാൻ റൂമിൽ നിന്നും പുറത്തിറങ്ങി. എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ രശ്മി ആന്റി ചോറും കറികളുമെല്ലാം നിരത്തി വെച്ചിരിക്കുന്നു. ചോറ് വിളമ്പട്ടെ എന്ന് ആന്റി ചോദിച്ചു. ഞാൻ തല കുലുക്കി. അവിടെ ഡൈനിങ് ടേബിളിൽ ഒന്നുമില്ല. ഇവിടെ സൗകര്യങ്ങൾ കുറവാണെന്ന് രശ്മി ആന്റി പരിഭവം പറഞ്ഞു. അതൊന്നും സാരമില്ല എന്ന് ഞാനും പറഞ്ഞു. നിലത്ത് വിരിച്ചിരുന്ന പായിൽ ഞാനിരുന്നു. രശ്മി ആന്റി എനിക്ക് മുന്നിൽ ഇരുന്ന് പാത്രത്തിൽ നിന്നും ചോറും കറികളും വിളമ്പി. കുടിച്ചിരുന്നത് കൊണ്ട് നല്ല വിശപ്പായിരുന്നു. ഞാൻ നല്ലതുപോലെ കഴിച്ചു. തീറ്റയുടെ ഇടയിൽ ഞാൻ ആന്റിയെ ശ്രദ്ധിച്ചില്ല. കുറച്ചുകൂടി ചോറിട്ടെ എന്ന് പറഞ്ഞ് ആന്റി പിന്നെയും എനിക്ക് ചോറ് വിളമ്പാൻ ശ്രമിച്ചപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു. കാരണം ആന്റിയുടെ നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. ശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് കൈ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ രശ്മി ആന്റിയെ ചോദിച്ചു കുറച്ച് മധുരം എടുക്കട്ടെ എന്ന്. അതിനെന്താ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഊണ് കഴിഞ്ഞ് കുറച്ച് മധുരം കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെയുള്ള ശീലമൊന്നുമില്ല. എനിക്കതറിയാം. ഇവിടെ വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂവെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്ര നല്ല സുഖത്തിലല്ല എന്ന്
എനിക്കും തോന്നിയിട്ടുണ്ട് ഇവിടെ എൻ്റെ ഭർത്താവിന് ആ കാര്യത്തിൽ നിർബന്ധമാണ്. ഉറങ്ങുന്നതിന് മുന്നേ ഇത്തിരി മധുരം നുണയണം, അല്ലെങ്കിൽ കുറച്ച് പാലെങ്കിലും കുടിക്കാൻ കൊടുക്കണം. അത് നിർബന്ധം. അങ്ങനെ എനിക്കും അത് ശീലമായി. ഇപ്പോൾ അതൊക്കെ ഇല്ലാതാവുമ്പോൾ എന്തോ ഒരു വിമിഷ്ടം പോലെയാണ്. അങ്ങനെ ആൻറ്റി നല്ല പാൽപേട എനിക്ക് കഴിക്കാനായി തന്നു. അതൊരു 2-3 പ്രാവശ്യം ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ മധുരം തുടങ്ങി ഞാൻ ഉറങ്ങാനായി നിന്ന്. അപ്പോൾ ആൻറ്റി വീണ്ടും പറഞ്ഞു, ഇനി നീ ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ പോയാൽ പോരെ എന്ന്. അവിടെയും ഒറ്റയ്ക്കല്ലേ? അയ്യോ അതൊന്നും വേണ്ട ആൻറ്റി, ഞാൻ താഴെ പോയി കിടന്നോളാം. എനിക്ക് നല്ലപോലെ കൂർക്കം വലിയുണ്ട്, നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. എൻ്റെ കൂർക്കം വലി കാരണം എൻ്റെ ഭാര്യ പോലും എൻ്റെ കൂടെ കിടക്കില്ല. എന്നാൽ ഇവിടെ കിടന്ന് നോക്ക്, ഒരു കുഴപ്പവും ഉണ്ടാകില്ല. കൂർക്കം വലിക്കാതിരിക്കാനുള്ള മാർഗമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് തൻ്റെ ഭാര്യയ്ക്ക് അറിയാത്തത് കൊണ്ടാണ്. പിന്നെ അവിടെ 2 ബെഡ്റൂം ഉണ്ടെങ്കിലും ഒന്നിൽ മാത്രമേ ബെഡുള്ളൂ. തറയിൽ കിടന്നാൽ എനിക്ക് ഉറക്കാൻ വരില്ല എന്ന് ഞാൻ ആൻറ്റിയോട് പറഞ്ഞു. അതിന് മറുപടി ഒന്നും പറയാതെ ആൻറ്റി ചിരിച്ചു. എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി. രശ്മി ആൻറ്റി പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ ആൻറ്റിയുടെ മകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോഴും കണ്ടില്ല. പിന്നെ അടുത്ത റൂമിൽ നോക്കിയപ്പോൾ അവിടെ പായ വിരിച്ച് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ആൻറ്റി എനിക്ക് വേണ്ടി ആ കിടക്ക ഒഴിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ശേഷം ആൻറ്റി അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് മേലും കഴിഞ്ഞ് ഡ്രസ്സ് മാറി വന്നു. ആൻറ്റി എന്നോട് ആ കിടക്കയിൽ കിടന്നോളാൻ പറഞ്ഞു. ആൻറ്റിയോട് കെട്ടിയവൻ്റെ മുണ്ടും ബനിയനുമാണ് ഞാൻ ഇട്ടിരുന്നത്. ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടായതുകൊണ്ട് ആ ബനിയൻ എനിക്ക് കുറച്ച് ലൂസായിരുന്നു. എന്തായാലും ആ രാത്രിയിലെ ചൂടിൽ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കിടന്നു. ആൻറ്റി എനിക്ക് പാൽ കരുതി വെച്ചിരുന്നു അവിടെ. അത് ചൂടോടുകൂടി തന്നെ ഞാൻ കുടിച്ചു. പിന്നെ ഞാൻ എപ്പോഴാണ് ഉറങ്ങിയതെന്നറിയില്ല. പുലർച്ചെയാണ് ഞാൻ എണീറ്റത്. ഞാൻ നോക്കുമ്പോൾ ആദ്യം നല്ല ഉറക്കമായിരുന്നു. ഞാൻ ഈ രാത്രി എന്തായാലും കൂർക്കം വലിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അത്രയും സുഖമായാണ് ഞാൻ ഉറങ്ങിയത്. വല്ലാത്തൊരു ഉന്മേഷവും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആൻറ്റി ഉണർത്താതെ നേരെ താഴേക്ക് പോയി കുളിച്ച് ഫ്രഷായി. കുറച്ച് കഴിഞ്ഞ് ആൻറ്റി വന്ന് എൻ്റെ വാതിലിൽ തട്ടി. കയ്യിലൊരു കപ്പ് ചായയും ഉണ്ടായിരുന്നു. ശേഷം ആ ചായ ഞാൻ ഊതി ഊതി കുടിച്ചു. ഞാൻ പറഞ്ഞു, ആൻറ്റിയുടെ വിദ്യ ഏറ്റവും തോന്നുന്നേ, ഞാൻ ഇന്നലെ കൂർക്കം വലിച്ചില്ലല്ലോ. അതൊന്നും നിനക്ക് കൂർക്കം വലിക്കാനുള്ള സമയം ഞാൻ തന്നിട്ട് വേണ്ടേ? അതായിരുന്നു എൻ്റെ സൂത്രപ്പണി. എന്തായാലും ഇന്നലെ രാത്രി ഞാൻ പതിയെ നന്നായിട്ട് ഉറങ്ങി. സത്യത്തിൽ എപ്പോഴും ഉറങ്ങിയെന്ന് പോലും അറിയില്ല. നിന്റെ ഭാര്യയ്ക്ക് ഞാൻ ഈ സൂത്രം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാം. എന്നാലും ആൻറ്റിയുടെ അത്ര കഴിവ് അവൾക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ എനിക്ക് എല്ലാ വിദ്യയും ആൻറ്റി പഠിപ്പിച്ചു തന്നു. എൻ്റെ ഭാര്യയ്ക്ക് അതൊക്കെ പഠിപ്പിച്ചെങ്കിലും അവൾക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ അതിനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. മടി കാരണം അവൾ മാറിക്കിടക്കും, അതാണ് പതിവ്. അങ്ങനെ ഞാൻ ആ സൂത്രപ്പണി സ്ഥിരമാക്കി. അങ്ങനെ ആ കൂർക്കമേലി എന്നെ വിട്ട് പൂർണ്ണമായും അകന്നു പോയി. ശേഷം ആൻറ്റിയുടെ വിഷയം വരുന്നവരെ ഞങ്ങളത് തുറന്നിരുന്നു. പിന്നെ ആൻറ്റിയെയും മകളെയും കൂട്ടി അവർ ദുബായിലേക്ക് ചേക്കേറി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതിലും നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ കൂട്ടുകാരെ.